അപ്പൊ സി എം വലിയൊന്ന് അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാ. പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷാണ് സി എമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പോ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ചു അവിടെ വന്നു, തുണി അയച്ചു, തലയൊക്കെ വെച്ചത്, വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം പോന്ന. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് അതൊരു വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ സി എമ്മിനെ അദ്ദേഹം ഓലങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു. ലോറി ഡ്രൈവറല്ലേ, എന്നറിഞ്ഞ് കേറി. വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, അല്ലാഹുവിനോട് ഖസം ചെയ്താൽ പടച്ചറബേ ഓൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും, അതങ്ങ് നടക്കും. അപ്പൊ സി എം വലിയൊന്ന് അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാ. പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല. ഹോട്ടലിൽ കയറിയിട്ട് അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ് പൈസ കൊടുക്കാതെ. ഇത്രയും കറാമത്തുള്ള ഒരു മനുഷ്യന് വിശക്കുമ്പോ തിന്നാതെ കഴിച്ചിട്ടാവണില്ല കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ കറാമത്തുണ്ടെങ്കിൽ ഒന്നും തിന്നൂല, കാരണം എനിക്ക് തിന്നേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും ബാക്കിയുള്ളവരെ അസുഖം മാറ്റാനും ബാക്കിയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാക്കാനും ഒക്കെ വില കൊണ്ട് കഴിയും. ഇവർക്ക് പൈസ നേരത്ത് തിന്നാക്കാൻ കഴിയൂല. എന്നിട്ട് തിന്നാതെ നിന്നതും പോരാ, ഹോട്ടലിൽ കയറി തിന്നൂന്നും പോരാ, ആ ഹോട്ടലിൽ പൈസ കൊടുത്തില്ല. ഇനിയിപ്പോ പൈസ കൊടുക്കാതെ നിന്നൂന്ന് കൂട്ടിക്കോളി. ഞാനാണെങ്കിൽ ആ ചോദിച്ചോനെ തൊള്ള തുറക്കാതെ കളവ പണിയെടുക്കുക. വേറെ കറാമത്തുണ്ടല്ലോ, ഓനെ തൊള്ള തുറക്കരുത്, ഈ അസുഖം വേണ്ട, ഈ അസുഖം വേണ്ടാറല്ലേ. അതേപോലെ തന്നെ ഓനെ തൊള്ളഞ്ഞ് തുറക്കണ്ട എന്ന് ഞാൻ പറയും. ഇത് അതുമില്ല. എന്നിട്ട് ആൾക്കാരടിന്ന് തുണിയും കുപ്പായം കഴിപ്പിച്ചു എന്ന് ബാക്കി കേട്ടു വെക്കുക. സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷാണ് സി എമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. പിന്നെ ഈ സി എമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മൂപ്പര് തോന്നുമ്പോ താടി വടിക്കും, തോന്നുമ്പോ താടി വളർത്തും. പണ്ട് ഒരു പെണ്ണിന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും ചെല്ലലുണ്ടായിരുന്നു എന്ന് അതിന്റെ മാപ്പിള പറഞ്ഞു. അപ്പൊ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയപ്പോ താടിയൊന്നും ഇല്ലാതെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നാ പറയണത്. ഇവിടെ മൂപ്പര് എന്താണ്, നല്ല താടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു മൂല്യാര വേഷത്തിലാണ്. അപ്പോ ഈ കഴിവും അയാൾക്കുണ്ട്. കാരണം ഇടക്കിടക്ക് വേഷം മാറുക, ഇടക്കിടക്ക് പ്രായം കൂടുതലാവുക, ഇടക്കിടക്ക് പ്രായം കുറയുക. ഈ കഴിവൊക്കെ ഉള്ള ആളെന്ത് ചെയ്യാണ്, ആൾക്കാരുടെ ബസറാവാണ്, തുണി കഴിച്ചിടാൻ പറയാണ്. ആ കോലത്തിലായിട്ടും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും അപ്പൊ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ചു അവിടെ വന്നു, തുണി അയച്ചു, തലയൊക്കെ വെച്ചത്, വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം പോന്ന. സി എമ്മിന്റെ കറാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആരെങ്കിലും അസുഖമായിട്ട് ചെന്നാല് മൂപ്പര് പറയും ആ അസുഖം ഇനി വേണ്ട. ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞുകൊള്ളു പറഞ്ഞു ചെന്നാല് ആ ഓപ്പറേഷൻ ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനമാക്കുന്ന ആളാണ്. അപ്പൊ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പരോട് ആളുകൾ അടിയുന്ന തലകെട്ട് അയച്ചാൻ പറഞ്ഞു, കുപ്പായ അയച്ചാൻ പറഞ്ഞു, തുണിയും കഴിച്ചാൻ പറഞ്ഞു. ഇതൊക്കെ കഴിച്ചിട്ടിടും. നിക്കാണ് ആ കറാമത്ത് വെച്ചാല് ആ ഡ്രസ്സൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായി വരും. ഞാൻ പറയും ഡ്രസ്സ് വരട്ടെ, ഷർട്ട് വരട്ടെ, തലകെട്ട് വരട്ടെ പറയും. മൂപ്പരാവുന്നില്ല. ആൾക്കാർ പറഞ്ഞു തുണി കുപ്പായം കഴിച്ചോളി, മൂപ്പരത് കഴിച്ചിട്ടു. വല്ലാത്ത ജാതി കറാമത്ത്. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് അതൊരു വിഷമായി. എങ്ങനെ? അതെ, അരിഭക്ഷണം കഴിക്കണവരാണെങ്കിൽ മനസ്സിലാക്കും ഈ പറയണത് പച്ചക്കളവാണ്, വലിയ കോമഡിയാണ് എന്ന്. ബാക്കി ഇവിടെ പറയുന്നത് ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ സി എമ്മിനെ അദ്ദേഹം ഓലങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു. ലോറി ഡ്രൈവറല്ലേ, എന്നറിഞ്ഞ് കേറി. കേട്ടില്ല നിങ്ങള്? പറക്കുന്ന വിമാനം നിയന്ത്രിക്കുന്ന ആളാണ് ആര്? സി എം. ഒരു വിമാനം ഇങ്ങനെ പറന്നു പോവാണെങ്കിൽ നിക്ക അവിടെ എന്ന് പറയും.
ആ ആൾക്ക് ഇപ്പൊ കയറണമെങ്കിൽ വണ്ടിയില്ല. കേക്കണങ്ങള് കല്ലട്ടിന്റെ മുകളിൽ കിടക്കാണ്, ഡ്രസ്സൊന്നുമില്ല, ഡ്രസ്സൊക്കെ ആൾക്കാർ അയപ്പിച്ചു, ഒരു കല്ലട്ടിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് ലോറിന്റെ ഡ്രൈവറാ, മൂപ്പര് വന്ന് ചോദിക്കാണ്, എന്ത് നിങ്ങൾ പോരണോ, ജീവിതത്തിൽ ലോറിയാണ് അതിൽ പോരി എന്ന് പറയാണ്. വല്ലാത്ത ജാതി തന്നെയാണ്. CM-ന്റെ ഒരു അധോഗതി എത്ര അറിയോ? വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. അങ്ങനെയാണ് ഈ പകരക്ക് തെറ്റുപറ്റി എന്ന് പറയാം. കാരണം എന്താ അറിയോ, ലോറി കുറച്ചാണ് പോയിട്ടാണ് ഹോട്ടൽ കത്തി നശിച്ചതെങ്കിൽ പകര പറഞ്ഞത് മടവൂരിന്റെ കറാമത്താണ് എന്നാണ്. പക്ഷെ ലോറി പോയിട്ടല്ല സംഭവം ഉണ്ടായത്. അപ്പൊ ലോറിന്റെ കറാമത്തേക്കാരും. മടവൂരിന് കറാമത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ലോറിന്റെ കറാമത്താ. ലോറിക്ക് പിന്നെ ഉടുപാടിയൊന്നും വേണ്ടല്ലോ, ട്രൗസർ ഇടൂലല്ലോ ലോറി. പണ്ടാര പറഞ്ഞു നായി ട്രൗസർ ഇട്ടിട്ടില്ല എന്ന് പറയും. അതേപോലെയാണ് ഇതിന്റെ കഥ. ലോറിക്ക് എന്തിനാ ട്രൗസർ? ലോറിന്റെ കറാമത്തേക്കരത്. അള്ളാഹുവിനോട് കസം ചെയ്താൽ പടച്ചുറബേ ഓൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ. അപ്പൊ അള്ളാഹുവെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അതങ്ങ് നടക്കും എന്നാണ് പറഞ്ഞത്. ലോകം നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇവര് പറയും മുദബ്ബിറുൽ ആലം CM വലിയുല്ലാഹി എന്ന്. ആ CM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ടലുകാരൻ പാപ്പര് ചങ്ങായി കുപ്പായം കഴിച്ചോളി എന്ന് പറഞ്ഞപ്പോ കുപ്പായം കഴിച്ചിട്ട് കൊടുത്തു. വേണമെങ്കിൽ CM തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, കുപ്പായം തുണിയൊക്കെ കഴിച്ചാൻ പറയല്ലേ, വേറെ എന്തെങ്കിലും സംഭവമാണ് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ CM-നെ സംബന്ധിച്ചിടത്തോളം CM-ന് ഇപ്പൊ ഇതൊക്കെ ഒരൊറ്റ വാക്കും ഒതുക്കാൻ പറ്റൂലേ. എന്തായാലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കുണ്ട് ഇതിലോടൊരു അഭിപ്രായം പറയാന്. മൂപ്പര് ഇപ്രാവശ്യം നല്ല എതിർപ്പാണ്. അതൊന്ന് കേട്ടു നോക്കുക. രണ്ട് ആളുകളെ പ്രസംഗം ഞാൻ കേട്ടു. അത് എനിക്ക് കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ്. അതിൽ പറയുന്ന വിഷയം മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി, ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം. അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും. സുന്നത്ത് ജമാഅത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. അതിന് ഞാൻ അന്ന് സംസാരത്തിൽ ചോദിച്ചു, ഒരാള് ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാൽ അത് കറാമത്താണോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത്, ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അയാളോട് ആര് പറഞ്ഞതാ? അങ്ങനെ അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു, അയാളോട് ആര് പറഞ്ഞാന്നൊരു പിടുത്തമില്ല, യാതൊരു അഡ്രസ്സും ഇല്ല. ഇങ്ങനെയാണോ കറാമത്ത് പറയേണ്ടത്? അഡ്രസ്സ് വേണം, അഡ്രസ് ഇല്ലാതെ കറാമത്ത് പറയരുത്. കഫാബിൽ മറി ഖദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പേരോട് പറയണേട്ടാല് പേരോട് മുസാഹിബിന്റെ നടുക്കലാണ് തോന്നും. കാരണം പകരം പറഞ്ഞപ്പോ പേരോടിനെ പറ്റിയില്ല, അത് കളവാണ്, അള്ളാഹു റസൂല് കളവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണത് കേട്ടിട്ട്. എന്നാ പേരോടിന്റെ അവസ്ഥ എന്താണ്? പേരോട് ഒരു മാലപ്പാട്ട് പാടുണ്ട്. ഒരു ടീം കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കപ്പലില് യാത്ര ചെയ്യാണ്. ആ യാത്രക്കിടയിൽ എന്ത് ചെയ്യാണ്, അവർ കുടിക്കാൻ കൊണ്ടുപോയ വെള്ളം കഴിഞ്ഞു. പിന്നെ വെള്ളം കിട്ടണ കടലത്തെ വെള്ളം ഉപ്പ് വെള്ളല്ലേ, അപ്പൊ ഇനിയിപ്പോ എന്താ കാട്ടാ? അങ്ങനെ മൊയ്തീൻ ഷേഖ് അവിടെ ഉണ്ട്. മൊയ്തീൻ ഷേഖിനോട് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, എന്റെ ശിഷ്യനായ റിഫായിനോട് നിങ്ങൾ ചോദിച്ചോളി, തണ്ണീർ റിഫായിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ തണ്ണീർ റിഫായി എന്ത് ചെയ്യാണ്, ചോദിച്ച ഉടനെ കപ്പലിന് കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കൊടുക്കാണ്. ആ വെള്ളം എന്ത് ചെയ്യാണ്, ഉപ്പു ജലം തലം തണ്ണീർ ആക്കി കൊടുത്തോവർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇയാള്. ആ പാട്ട് പച്ചക്കളവ് പാടുണ്ട്. ആ പാട്ട് എഴുതിയ ആള് ഒരു തനി അണ്ണനും. അപ്പൊ അണ്ണൻ എഴുതിയ പാട്ടും ഇവർക്ക് ഇസ്ലാമിന് തെളിവാ. അതപ്പ് നമ്മൾ പാലിക്കണം. അപ്പൊ ഒന്ന്, ആ പറഞ്ഞതിന് അഡ്രസ്സ് കിട്ടിയില്ല, പറഞ്ഞ ആളെടുത്ത് അഡ്രസ് ഇല്ല. രണ്ടാമത്തത്, ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ്. മഹാന്മാരിൽ പലതരക്കാരുണ്ട്. മഹാന്മാരിൽ
ബുദ്ധി മറഞ്ഞുപോയ ചില ആളുകളുണ്ട്. ചില സമയത്ത് അവരുടെ ബുദ്ധി മറഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം. കേട്ടില്ല, ഇവര് മഹാന്മാര് എന്ന് പറഞ്ഞാല് ഇവർക്ക് കറാമത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മുഴു ഭ്രാന്തകരം, ചിലപ്പോ മുഴു വട്ടുവകരം, ചിലപ്പോ തുണി കുപ്പായില്ലാതെ നടക്കുന്നുണ്ടാവും, ചിലപ്പോ നിന്ന് മൂത്രമൊഴിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് ഇവരെ കറാമത്തുള്ള ആളുകളുടെ പ്രത്യേകത. അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും. ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അത്തരം ആളുകൾ അവരുടെ ബുദ്ധി മറഞ്ഞുപോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടൂല. പകരം അടവൂരിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പേരോട് പറയാണ് അത് കളവാണ്. എന്നാൽ അടവൂരിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം ആർക്കും ഉണ്ട്, കറാമത്തുള്ള ആളാണെന്നും കറാമത്ത് കാണിക്കുമെന്നും അത് മുദബ്ബിറാണെന്നൊക്കെ ആർക്കുണ്ട്. പേരോടിനുണ്ട് അഭിപ്രായം. പേരോട് പല പ്രാവശ്യം അങ്ങനെ പല കളവുകളും പലരെ കുറിച്ചും കറാമത്തായിട്ട് വിശദീകരിച്ചിട്ടുമുണ്ട്. അതൊക്കെ കൂടി ഇവിടെ വിശദീകരിക്കാനോ കാണിക്കാനോ ഉള്ള സമയമില്ല. പേരോട് പല മാലകളും മൗലൂദുകളും പാടിയിട്ട് പല കറാമത്തുകളും ഇല്ലാത്ത പാട്ടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ പേരോട് ഇപ്പോ ഇയാൾക്കെതിരെ പറയുന്നതിൽ ന്യായമൊന്നുമില്ല. അപ്പോ ആവശ്യത്തിനനുസരിച്ച് അവനവന്റെ നിറം മാറുന്ന ഒരു വിഭാഗമാണ് AP വിഭാഗം എന്നതിൽ മനസ്സിലാക്കാനുള്ളൂ. എന്തൊക്കെയാണെങ്കിലും മുസ്ലിമായ മനുഷ്യന്മാർക്ക് ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങള് പഠിക്കാനുണ്ട്, പാഠമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ.